ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കിവിടെ കുറച്ച് കൂന്തൽ കിട്ടിയിട്ട് അത് വെച്ചിട്ട് നമുക്കൊരു മസാലക്കറി ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി കൂന്തൽ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, ഉള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ എത്ര കൂന്തൽ എടുക്കും, നമ്മൾ എത്ര കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. അപ്പം ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. ഒന്ന് നന്നായിട്ട് വെന്തോട്ടേന്ന് കരുതിയിട്ട്. അപ്പോൾ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തത്. അപ്പോൾ സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് നന്നായിട്ട് പുകഞ്ഞു വന്നു. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴണ്ട് വന്നതിന് ശേഷം ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് തക്കാളി വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 1 സ്പൂൺ നിറയെ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 സ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കൂന്തൽ കുക്കറിൽ വെക്കുന്നതാവും എപ്പോഴും നല്ലത് കേട്ടോ. കാരണം ഈ കൂന്തലിനൊരു റബ്ബറി ടെക്സ്ചർ അല്ലേ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ നമുക്ക് കുക്കർ കൊണ്ടാവും കുറച്ചും കൂടി ഹെൽപ്പ് ആവുക. കുക്കറിൽ നമ്മൾ ഈ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മസാലക്കറി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യത്തിനനുസരിച്ച്. അപ്പം എരിവ് കുറച്ചാ വേണ്ടവരെന്ന് വെച്ചാൽ നമ്മൾ ആ കുരുമുളക് പൊടി തന്നെ മതി. കുറച്ചൊരു 1/4 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എടുക്കുന്ന കൂന്തലിനനുസരിച്ച് ഈ അളവൊക്കെ വ്യത്യാസമായിരിക്കും കേട്ടോ. ഞാൻ ഇപ്പം ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി കൂന്തലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഈ പൊടികളും എടുക്കണം കേട്ടോ. പൊടികളും നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ എടുക്കുന്നതും അളവ് ഒന്ന് കൂട്ടിയെടുക്കേണ്ടി വരും. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് അതിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൂന്തൽ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഞാനിവിടെ കൂന്തൽ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ചെറിയ അധികം വലുപ്പമില്ലാത്ത ടൈപ്പ് കൂന്തലായിരുന്നു. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക ചെയ്തത്. കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ചുരുണ്ടു പോകുമല്ലോ ഇത്. അപ്പം പറ്റ കുഞ്ഞായിപ്പോവും. അപ്പം ഞാൻ അങ്ങനെ തന്നെ എടുത്ത് അപ്പോൾ ആ പൊടിയിലും വഴറ്റിയെടുത്ത ആ പൊടിയിലേക്ക് ആ മസാലയിലേക്ക് നമ്മൾ ഈ കൂന്തലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ കൂന്തലിൽ ഈ ഉപ്പും ഈ മസാലയും ഒക്കെ നന്നായിട്ട് പിടിക്കാൻ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ നമ്മൾ ഇതിലിട്ട് വഴറ്റിയെടുക്കുമ്പം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് അപ്പം എപ്പോഴായാലും നമ്മൾ കറി വെക്കുമ്പോൾ ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല. നമ്മൾ വഴറ്റിയതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവും. അപ്പം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കും. അപ്പോൾ അതാണ് ഒഴിച്ചു കൊടുക്കാറ്. കൂന്തൽ, കണവ എന്നൊക്കെ പേരുണ്ട് കേട്ടോ. പല സ്ഥലത്തേക്ക് പല പേരല്ലേ ഇതിന് പറയാം. അപ്പോൾ ഞങ്ങളവിടെ കോഴിക്കോട് കൂന്തൽ എന്നാണ് പറയുക. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുക്കർ അടച്ച് വെക്കുക ചെയ്യുക. അപ്പം ഒരു 3-4 വിസിലടിച്ച് വേവിക്കും. നന്നായിട്ട് വേവുള്ളൂ. കൂന്തലിൻ്റെ ലവേഴ്സ് ഒരുപാടുണ്ടാവും അല്ലേ. എനിക്ക് കൂന്തൽ അത്ര വലിയ പ്രിയപ്പെട്ടതല്ല, എന്നാലും കൂന്തലിൻ്റെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ കറി. നമ്മൾ ഈ ഞാൻ അങ്ങനെ അത്ര വറ്റിച്ചല്ല എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൂന്തലിൻ്റെ കറി ചപ്പാത്തി, പത്തിരി, ചോറിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പത്തിരിക്കൊക്കെ. അപ്പം എനിക്ക് വലിയ പ്രിയം ഉള്ള ഫിഷല്ല കൂന്തൽ. അതുകൊണ്ടാണ് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ കൂന്തൽ കറി വെക്കുന്നവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ കൂന്തലിൻ്റെ തലഭാഗം അങ്ങനെ ഒന്നും എടുത്തില്ല. വെറും ഫ്ലഷി പീസ് മാത്രമായിട്ട് എടുത്തത്. അപ്പം അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഈ കറി. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്താണ്. ഈസി ആയിട്ടുള്ള കറിയാണ്. നമ്മൾ എക്സ്ട്രാ വേറൊരു ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞളും മുളകും മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഷോർട്സ് ആണല്ലോ കൂടുതൽ ഇടാറ്. അപ്പം കുറേശ്ശായിട്ട് വീഡിയോ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ റെസിപ്പീസായിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. ലവ് യു ഓൾ.